എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണം അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥയാണ് ഞാനിവിടെ ഇന്ന് പ്രതിപാദിക്കുന്നത്. ഒരിക്കൽ ശ്രീ പരമശിവനും ശ്രീ പാർവതിയും കൂടി സന്തോഷത്തോടെ ഭൂമിയിലെ ഓരോ കാഴ്ചകൾ ആസ്വദിച്ച് പോവുകയായിരുന്നു. അതിനിടയിൽ ഒരു സ്ഥലത്തിന് മീതെ എത്തിയപ്പോൾ അവിടമാകെ വരൾച്ച ബാധിച്ചതായി ശ്രീ പാർവതി ശ്രദ്ധിച്ചു. ഉടൻ തന്നെ ശ്രീ പാർവതി ശ്രീ ശിവനോട് ചോദിച്ചു, പണ്ട് നാം ഇതിലൂടെ പോയപ്പോൾ വളരെ മനോഹരമായ സ്ഥലമായിരുന്നല്ലോ ഇത്. എന്നാൽ ഇപ്പോൾ ഈ ഭൂപ്രദേശമെല്ലാം എങ്ങനെയാണ് ഒരു പുൽക്കൊടി പോലുമില്ലാതെ ഇങ്ങനെയായത്? ലോകം സദാസമയവും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാകയാൽ ഇങ്ങനെയൊക്കെ വന്നു ഭവിക്കുന്നു. വരൂ, വെറുതെ അതിനെക്കുറിച്ച് സംസാരിച്ച് സമയം കളയണ്ട. ശ്രീ ശിവൻ മുന്നോട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ ശ്രീ പാർവതീദേവി അവിടെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ സ്ഥലത്തിൻ്റെയും ഇവിടെ പാർക്കുന്ന ഗ്രാമവാസികളുടെയും ഇനിയുള്ള ഭാവി എപ്രകാരമായിരിക്കുമെന്ന് അങ്ങ് പറഞ്ഞു തന്നിട്ടേ ഞാൻ ഇനി യാത്രയുള്ളൂ. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു, ഇനിയുള്ള 12 വർഷങ്ങൾ ഇവിടെ ഒരു തുള്ളി മഴ പെയ്യില്ല. അങ്ങനെ ഇവിടം ജീവിക്കുന്ന ആൾക്കാർ പട്ടിണി മൂലം മരണം അടയും. മരിക്കാത്തവർ നരകതുല്യമായി ജീവിക്കും. ശ്രീ പാർവതീദേവി ഇത് കേട്ട് ഞെട്ടി. ഭയങ്കരം തന്നെ. എന്തിനാണ് അവരെ ഇങ്ങനെ ദുരിതത്തിലാക്കുന്നത്? അങ്ങയുടെ കയ്യിലിരിക്കുന്ന ആ കുഴൽ ഒന്ന് ഊതിയാൽ മഴ പെയ്യുമല്ലോ. അന്നേരം അവരുടെ നാശനഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാം തീരില്ലേ? അങ്ങനെയല്ല പ്രിയേ, ഇവിടെ 12 വർഷത്തെ ദുരിതഫലങ്ങൾ അനുഭവിക്കണമെന്ന ഒരു വിധിയുണ്ട്. ശ്രീ പരമശിവന്റെ മറുപടി കേട്ട് ശ്രീ പാർവതി വിഷമത്തോടെ താഴേക്ക് നോക്കിയപ്പോൾ അതാ ദൂരെ ആ വരണ്ട ഭൂമിയിലൂടെ എന്തോ നീങ്ങുന്നു. അതെന്താ അവിടെ മുന്നോട്ട് പോകുന്നത്? ശ്രീ പാർവതിയുടെ ചോദ്യത്തിന് മറുപടിയായി ശ്രീ ശിവൻ പറഞ്ഞു, അതൊരു പാവം കർഷകൻ. അയാൾ കൃഷിയിറക്കാൻ പാടം ഉഴുതുമറിക്കുകയാണ്. അപ്പോൾ ശ്രീ പാർവതി ദേവിക്ക് ആശ്ചര്യമായി. മഴ പെയ്യാത്ത ഇവിടെ എന്തു കിട്ടാനാണ് അയാൾ ഈ വേല ചെയ്യുന്നത്? ഇപ്പോൾ പാടം ഉഴുന്നതിൽ പ്രയോജനമൊന്നുമില്ലെന്ന് അയാൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവൻ പ്രത്യാശ കൈവിട്ടിട്ടില്ല. താമസിക്കാതെ മഴ പെയ്യുമെന്നും അപ്പോൾ പെട്ടെന്ന് വിത്ത് എറിയാനുള്ള ആ പ്രതീക്ഷയാൽ ഇങ്ങനെ ചെയ്തു പോകുന്നതാണ്. ശ്രീ പാർവതീദേവി വീണ്ടും വിഷമിച്ചെങ്കിലും ഒരാശയം മനസ്സിലുദിച്ചു. അങ്ങ് 12 വർഷമൊക്കെ കുഴൽ ഊതാതിരുന്നാൽ കുഴലൂത്തങ്ങ് മറന്നുപോയാലോ? മറക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഊതാമല്ലോ. അത് കേട്ട് ശ്രീ ശിവൻ സന്തോഷപൂർവ്വം തൻ്റെ കുഴൽ ചുണ്ടിൽ വെച്ച് ഊതി. അത്ഭുതം! പെട്ടെന്ന് മാനത്ത് മഴക്കാർ ഉരുണ്ടുകൂടി ഇടിവെട്ടിൻ്റെ അകമ്പടിയോടെ മഴ തിമിർത്തു പെയ്തു. വിത്തുകൾ പാടത്തേക്ക് വാരിയെറിഞ്ഞ ആ കർഷകനോടൊപ്പം ഗ്രാമവാസികൾ ആനന്ദ നൃത്തം ചവിട്ടി. ശ്രീ പാർവതീദേവി കുസൃതിയോടെ ശിവനെ പറ്റിച്ച മട്ടിൽ നോക്കി ചോദിച്ചു, ഇവിടം 12 വർഷത്തെ വറുതിയിലായിരിക്കുമെന്ന് അങ്ങ് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അനന്തരം ശ്രീ പരമശിവൻ പറഞ്ഞു, നോക്കൂ പാർവതീദേവി, ഒരു മനുഷ്യൻ്റെ വിധി ആർക്കും നിശ്ചയിക്കാൻ സാധ്യമല്ല. പ്രത്യാശയുള്ളിടത്ത് അത് ഈശ്വര നിയോഗം പോലെ മാറി മറിയുന്ന ഒന്നായിരിക്കും. ഈ കൃഷിക്കാരൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെ. അയാളുടെ പ്രത്യാശയുടെ മുൻപിൽ വരൾച്ചയുടെ വിധി മാറിക്കൊടുത്തു. ഈ കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.